എല്ലാവർക്കും ആസ്പീർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സിനിമകളുടെ OTT അപ്ഡേറ്റ്സ് അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് ബാഡ് ബോയ്സ് എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. ഒമർ ലുലു സംവിധാനം ചെയ്ത സിനിമയിൽ റഹ്മാൻ, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, ടിനി ടോം എന്നിവരെ കൂടാതെ വൻ താരനിരകൾ അഭിനയിച്ച ഫുൾ ഓൺ കോമഡി എന്റർടൈനർ സിനിമയായിരുന്നു ബാഡ് ബോയ്സ്. തിയേറ്ററുകളിൽ ആവറേജ് അഭിപ്രായം നേടിയ ഈയൊരു ചിത്രം ഡിസംബർ 28-ന് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് കപ്പ് എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. മാത്യു തോമസ്, ബേസിൽ ജോസഫ്, നമിത പ്രമോദ് എന്നിവർ അഭിനയിച്ച ഫാമിലി ഡ്രാമ സ്പോർട്സ് കാറ്റഗറിയിൽപ്പെടുന്ന മൂവിയാണ് കപ്പ്. ഒരു ബാഡ്മിന്റൺ പ്ലെയറിന്റെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. തിയേറ്ററുകളിൽ ഫ്ലോപ്പായ ഈ സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് സൈനാപ്ലേ ആണ്. ഇപ്പോൾ ഈ ഒരു സിനിമ ഡിസംബർ 30-ന് സൈനാപ്ലേയിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. മറ്റൊരു അപ്ഡേറ്റ് DNA എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. അഷ്കർ സൗദൻ, റിയാസ് ഖാൻ, റായ് ലക്ഷ്മി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് DNA. ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽപ്പെടുന്ന ഈ ഒരു സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് സൈനാപ്ലേ ആണ്. ഡിസംബർ 27-ന് സൈനാപ്ലേയിലൂടെ ഈ ഒരു ചിത്രം OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ആനന്ദ് ശ്രീബാല എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. അർജുൻ അശോകൻ നായകനായി എത്തിയ ഏറ്റവും പുതിയ ചിത്രമാണ് ആനന്ദ് ശ്രീബാല. ഈ സിനിമ ഒരു റിയൽ സ്റ്റോറി ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ തിയേറ്ററുകളിൽ നല്ലൊരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചു. സസ്പെൻസ് ത്രില്ലർ കാറ്റഗറിയിൽപ്പെട്ട ഈ ചിത്രം ജനുവരി 1-ന് ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് പണി എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. ജോജു ജോർജ് സംവിധാനം ചെയ്ത് അഭിനയിച്ച ചിത്രമാണ് പണി. തിയേറ്ററുകളിൽ വൻ വിജയമായി മാറിയ ക്രൈം ത്രില്ലർ മൂവി കൂടിയാണ് പണി. നേരത്തെ സോണി ലിവിലൂടെ ഡിസംബർ 20-ന് OTT റിലീസ് ചെയ്യാനിരുന്ന ഈ മൂവി ഇപ്പോൾ പോസ്റ്റ്പോണ്ട് ചെയ്തിരിക്കുകയാണ്. എക്സ്പെക്ട് ഡേറ്റ് നോക്കിയാൽ ജനുവരി ആദ്യവാരം തന്നെ സോണി ലിവിലൂടെ OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. അവസാനത്തെ അപ്ഡേറ്റ് സൂക്ഷ്മദർശിനി എന്ന സിനിമയെക്കുറിച്ചാണ്. ബേസിൽ ജോസഫ്, നസ്രിയ എന്നിവർ ചേർന്ന് തകർത്ത് അഭിനയിച്ച മൂവിയാണ് സൂക്ഷ്മദർശിനി. തിയേറ്ററുകളിൽ നിന്ന് 50 കോടിയിലേറെ കളക്ഷൻ നേടിയ ഈ ഒരു സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് C5 ആണ്. ഫാമിലി ത്രില്ലർ കാറ്റഗറിയിൽപ്പെട്ട ഈ ഒരു സിനിമ ഈ മാസം ലാസ്റ്റോടുകൂടി C5-ലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.